ഹായ് ഡിയർ, വെൽക്കം. കുറച്ച് ദിവസമായിട്ട് കാണാത്തത് ഒരു പനിയായിരുന്നു, അതാണ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ മഴ തുടങ്ങി. നിങ്ങൾക്ക് മഴയുടെ ഒരു സൗണ്ട് ഉണ്ടായിരിക്കും, ക്ഷമിക്കുക. ഓക്കെ ഡിയർ, നിങ്ങളുടെ ഇന്നത്തെ ഒരു ഡേ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഒരു റീഡിങ് നോക്കുകയാണ്. നിങ്ങൾക്ക് റെസനേറ്റഡ് ആകുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ ഡിയർ. മദർ യൂണിവേഴ്സ്, ഓൾ ഡിവൈൻ പവേഴ്സ്, ഗ്രേറ്റാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സിൻ്റെ അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ ഇന്നത്തെ ദിവസം, ഈ ഒരു ഡേ തുടങ്ങിയപ്പോൾ അവരുടെ എനർജി എന്തായിരുന്നു എന്ന് കേട്ടിട്ടാണ്. എന്ത് ഗൈഡൻസ് ആയിരുന്നു ഇന്നത്തെ ദിവസം ഈ വ്യക്തികൾക്ക് ലഭിക്കേണ്ടിയിരുന്നത്? അവർ എന്ത് കാര്യത്തിലായിരുന്നു ഇന്നത്തെ ദിവസം ഫോക്കസ് ചെയ്യേണ്ടിയിരുന്നത്? ഹാൻഡ്മാനാണ്. നിങ്ങൾ ഒരു ഡേ തുടങ്ങിയപ്പോൾ നിങ്ങളെങ്ങനെ ആയിരുന്നിരിക്കണം? ഓക്കെ ഡിയർ, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വളരെയധികം കിണഞ്ഞ് പരിശ്രമിക്കുക എന്നൊക്കെ പറയില്ലേ നമ്മൾ. എങ്ങനെയും എനിക്ക് ആ കാര്യം നേടിയെടുക്കണം എന്നുള്ള രീതിയിൽ അത്തരത്തിലുള്ളൊരു എനർജിയിലായിരുന്നു. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട്, അതല്ലെങ്കിൽ അത്രയധികം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ച് ചെയ്തുവോ ഇന്ന ഒരു ഡേ തുടങ്ങിയപ്പോൾ? അത്തരത്തിലായിരുന്നു നിങ്ങളുടെ എനർജി രാവിലെയൊക്കെ. നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് ആയിട്ട് ഇന്ന് ലഭിക്കേണ്ടിയിരുന്ന വീൽ ഓഫ് ഫോർച്യൂണാണ്. അതായത് നിങ്ങൾക്കൊരു മാറ്റം ഇന്ന് സംഭവിക്കുന്നു. നിങ്ങളിപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു, നിങ്ങൾ ചിലപ്പോൾ അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടാകാം. അവിടെ എന്തായിരുന്നു നിങ്ങളുടെ നിലവിലെ സിറ്റുവേഷൻ എന്തായിരുന്നോ അതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് ഗൈഡൻസ്. അതായത് നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്ന ഒരു കാര്യമാണെങ്കിൽ അത് ചിലപ്പോൾ ഒരു നല്ല രീതിയിലല്ലാത്ത ഒരു അവസ്ഥയാകാം. അതല്ലെങ്കിൽ നിങ്ങൾ എത്ര പരിശ്രമിച്ചിട്ടും നടക്കാത്തൊരു കാര്യമായിരുന്നെങ്കിൽ ചിലപ്പോൾ അത് നടക്കാനുള്ള ഒരു പോസിബിലിറ്റി. ഓക്കെ, അത്തരത്തിലൊരു ഗൈഡൻസാണ് നിങ്ങൾക്ക് ഇന്ന് ലഭിക്കേണ്ടിയിരുന്നത്. മാറ്റം നല്ല കാര്യമായിരുന്നെങ്കിൽ അത് ഒരു മോശാവസ്ഥയിലേക്കോ, മോശം കാര്യമായിരുന്നെങ്കിൽ അതൊരു നല്ല അവസ്ഥയിലേക്കോ മാറ്റപ്പെടാം എന്നുള്ളൊരു ഗൈഡൻസാണ് നിങ്ങൾക്ക് ഇന്ന് കിട്ടേണ്ടിയിരുന്നത്. ഓക്കെ ഡിയർ, നിങ്ങൾ ഇന്ന് ഫോക്കസ് ചെയ്യേണ്ട കാര്യം ആയിരുന്നത്, നിങ്ങൾക്ക് എന്തൊക്കെയോ വെല്ലുവിളികൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ എന്ത് തരത്തിലുള്ള വെല്ലുവിളിയാണ്, ആരാണ് ചെയ്യുന്നത്, അവരുടെ ഇൻറ്റൻഷൻ എന്താണ്, ഒരു വ്യക്തികളല്ലെങ്കിൽ ഈ സാഹചര്യം എന്തുകൊണ്ടാണ് എനിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നൊന്നും നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. അത്തരത്തിൽ ആയിരുന്നു എന്താ പറയുക, അങ്ങനൊരു സാഹചര്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എന്തായാലും നമുക്കൊരു ഐഡിയ ഇല്ല, നമ്മൾ ഇരുട്ടിൽ തപ്പുക എന്ന് പറയുന്നൊരവസ്ഥയായിരിക്കും. അപ്പോൾ ആ ഒരവസ്ഥ നമ്മൾ ഉൾക്കൊള്ളുക. ആദ്യം ആ ഒരവസ്ഥയെ ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് വന്നാലും ഫേസ് ചെയ്യാം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം. അങ്ങനെ ആയിരുന്നോ എന്ന് പറയാം. ഓക്കെ ഡിയർ, അതായത് ഈ ഒരു വ്യക്തി ഈ ചുറ്റിലുമുള്ള തടസ്സങ്ങളിലേക്കൊന്നും നോക്കുന്നില്ല. പക്ഷെ അദ്ദേഹം എന്തിനാണ് അദ്ദേഹം തോൽപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നും അറിയത്തില്ല. അത്തരത്തിൽ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരുന്ന നമ്മുടെ ജീവിത സാഹചര്യം എന്ത് തന്നെയായാലും അതിനെ ഫേസ് ചെയ്യുക എന്നുള്ളൊരു രീതിയിലാണോ നിങ്ങളുടെ ഈ ഒരു ഡേ എൻഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ ഡിയർ, അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം ഈ ഒരു ഡേ തുടങ്ങിയപ്പോൾ വളരെയധികം എന്താ പറയുക, ആഗ്രഹത്തോടു കൂടി ഒരു കാര്യം നേടിയെടുക്കണം എന്ന് ഒരു കിണഞ്ഞ് പരിശ്രമിക്കാനുള്ളൊരു എനർജിയിലായിരുന്നു എന്നും, അത്തരത്തിൽ നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു മാറ്റം അവിടെ സംഭവിക്കുന്നു എന്നും, നിങ്ങൾക്ക് ഒരു ഹോപ്പും ഇല്ലാതിരുന്നിടത്ത് ചിലപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായേക്കാം. ചിലപ്പോൾ പ്രതീക്ഷിച്ചിരുന്നൊരു കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടമായേക്കാം. അതും രണ്ട് തരത്തിലും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സംഭവിച്ചിട്ടുണ്ടാകാം. അതുപോലെ തന്നെ
എന്തിനോടാണ് നിങ്ങൾ പോരാടുന്നതെന്ന് അറിയില്ല, ആരോടാണ് പോരാടുന്നതെന്ന് അറിയില്ല. അത്തരത്തിൽ പോരാടിക്കൊണ്ട് ഈ ഒരു ദിവസം ഇന്ത്യയ്ക്കാണ്, അല്ലെങ്കിൽ പോരാടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അത്തരത്തിൽ നിങ്ങളൊരു തീരുമാനമെടുത്തു. എൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, പക്ഷേ എനിക്ക് മുന്നോട്ട് പോയേ മതിയാകൂ, എന്ത് വന്നാലും എനിക്ക് ഫേസ് ചെയ്തേ മതിയാകൂ എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ? ഓക്കെ, റെസനേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിലൊന്ന് പറയാം. നിങ്ങൾക്കിത് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം. വീഡിയോ എത്രത്തോളം റെസനേറ്റഡ് ആകുന്നു എന്നറിയാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്.